നമസ്തേ, ഹിന്ദി സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 8ാം ക്ലാസ്സിലെ മേരെ ബച്ചേക്കോ സിഖായേം എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ വിക്ടേഴ്സ് ചാനലിൽ വന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. പാഠ് കാ നാം ക്യാ ഹേ? ഈ പാഠത്തിന്റെ പേരെന്താണ്? മേരെ ബച്ചേക്കോ സിഖായേം, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യഹ് കിസ് വിധാ കി രചന ഹെ? ഇത് ഏത് തരത്തിലുള്ള കൃതിയാണ്? മേരെ ബച്ചേക്കോ സിഖായേം എന്നുള്ള ഈ പാഠം യഹ് പത്ര ഹെ, ഇതൊരു കത്താണ് അല്ലേ? യഹ് പത്ര കിസ്നെ ലിഖ? ഈ കത്ത് ആരാണ് എഴുതിയിട്ടുള്ളത്? അബ്രഹാം ലിങ്കനെ. അബ്രഹാം ലിങ്കനാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അബ്രഹാം ലിങ്കനെ യേ പത്ര കിസ്കോ ലിഖ? അബ്രഹാം ലിങ്കൻ ഈ കത്ത് ആർക്കാണ് എഴുതിയിട്ടുള്ളത്? അപ്നെ പുത്രക്കെ ശിക്ഷകോ, തൻ്റെ മകൻ്റെ അധ്യാപകന്, തൻ്റെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അബ്രഹാം ലിങ്കനെ യേ പത്ര കബ് ലിഖാ ഥാ? അബ്രഹാം ലിങ്കൻ ഈ കത്ത് എപ്പോഴാണ് എഴുതിയിട്ടുള്ളത്? 15 മാർച്ച് 1860. മാർച്ച് 15, 1860. അടുത്ത ക്വസ്റ്റ്യൻ. സംബോധൻ കെ രൂപ് മേ യഹാ ക്യാ ലിഖാ ഹെ? അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? പ്രിയ ഗുരുജി, പ്രിയപ്പെട്ട ഗുരുവേ, പ്രിയപ്പെട്ട പ്രിയ ഗുരുജി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹമാരാ ജീവൻ മേ പരിശ്രമം കാ ക്യാ മഹത്വ ഹെ? നമ്മുടെ ജീവിതത്തിൽ പരിശ്രമത്തിൻ്റെ, അധ്വാനത്തിൻ്റെ മഹത്വം എന്താണ്? പരിശ്രം ഹി ജീവൻ കാ ആധാർ ഹെ. പരിശ്രമിക്കൽ തന്നെ, അധ്വാനിക്കൽ തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. അടുത്ത ക്വസ്റ്റ്യൻ. ഹമേ കിസ് പ്രകാർ ധൻ കമാനാ ചാഹിയേ? നമുക്ക് ഏത് തരത്തിലാണ് പണം സമ്പാദിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പണം സമ്പാദിക്കേണ്ടത്? പരിശ്രം സേ, അധ്വാനിച്ച്, അല്ലാതെ നേരായ മാർഗത്തിലല്ലാതെയല്ല. നമ്മൾ അധ്വാനിച്ചിട്ടാണ് പരിശ്രം സേ പണം സമ്പാദിക്കേണ്ടത്. യഹാ പുസ്തകോ കി ദുനിയാ കോ ക്യാ കഹാ ഗയാ ഹെ? ഇവിടെ പുസ്തകങ്ങളുടെ ലോകത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പാഠത്തിൽ? മൻമോഹക് അല്ലേ? മനസ്സിനെ മോഹിപ്പിക്കുന്ന പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മൻമോഹക്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്രകൃതി और മനുഷ്യ का आपसी संबंध क्या है? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? എന്താണ് തമ്മിലുള്ള ബന്ധം? ആൻസർ ശ്രദ്ധിക്കുക. പ്രകൃതി സെ അലഗ് ഹോക്കർ ഹം ജീ നഹീ സക്തേ. ശരിയല്ലേ? അതെ, പ്രകൃതിയിൽ നിന്നും മാറി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും ജീവിക്കാനേ കഴിയില്ല. പ്രകൃതിയുമായി കൂടിച്ചേരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സുഖമയമുള്ളതാവുകയുള്ളൂ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശിക്ഷാ കാ മഹത്വ ക്യാ ഹെ? വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എന്താണ്? എന്തിനാണ് നമ്മൾ വിദ്യാഭ്യസിക്കുന്നത്? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആൻസർ ശ്രദ്ധിക്കൂ. शिक्षा का महत्व ये है कि हम अपनी योग्यताओं को विकसित करें. हम पढ़ लिख कर ही जीवन में आगे बढ़ते हैं.
शिक्षा का महत्व ये है, വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം ഇതാണ്. ഹം അപ്നി യോഗ്യതാओं को विकसित करें, നമുക്ക് നമ്മുടെ യോഗ്യതാओं को കഴിവുകളെ വികസിപ്പിച്ചെടുക്കാം, ഉയർത്താം. അതുപോലെ ഹം പഠ് ലിഖ് കർ ഹി ജീവൻ മേ ആഗെ പഠത്തെ ഹെ, നമുക്ക് എഴുത്തും വായനയിലൂടെ തന്നെയാണ് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ. അപ്പോഴേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ വിദ്യ നേടിയാൽ തന്നെ നമുക്ക് വിജയമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അബ്രഹാം ലിങ്കൻ അപ്നെ പുത്ര കെ ബാരെ മേ ക്യാ ക്യാ ചാഹത്തെ ഹെ, അബ്രഹാം ലിങ്കൻ തൻ്റെ മകനെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? തൻ്റെ മകൻ ഏത് രീതിയിലാകാനാണ് അദ്ദേഹം തൻ്റെ മകൻ്റെ അധ്യാപകനോട് പറയുന്നത്? അതിൽ കുറച്ചാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ആൻസർ, വഹ് ന്യായപ്രിയ ബനെ, ഹമേശാ സച്ച് ബോലെ, अच्छा मनुष्य बने, वह देशप्रेमी बने, वह सभी से मित्रता का व्यवहार करे, वह परिश्रम का महत्व समझे. എന്താണ്? വഹ് ന്യായപ്രിയ ബനെ, അവൻ നീതിമാനാവണം. ഹമേശാ സച്ച് പോലെ, എല്ലായ്പ്പോഴും സത്യം പറയണം. അച്ഛാ മനുഷ്യ ബനെ, നല്ലൊരു മനുഷ്യനായി തീരണം അവൻ. വഹ് ദേശപ്രേമി ബനെ, അവൻ ദേശസ്നേഹിയായിരിക്കണം. വഹ് സഭി സേ മിത്രതാ കാ വ്യവഹാർ കരെ, അവൻ എല്ലാവരോടും സാഹോദര്യത്തോടെ പെരുമാറണം. വഹ് പരിശ്രം കാ മഹത്വ സമझे, അവൻ പരിശ്രമത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ആ പാഠത്തിലൂടെ അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ അധ്യാപകനോട് പറയുന്നത്. മകൻ ഈ രീതിയിലായിത്തീരണം എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഈ കത്തൊരു ഐതിഹാസിക് പത്രമാണല്ലോ, ചരിത്രപരമായിട്ടുള്ളൊരു കത്ത്. ഈ കത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മകനോട് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാവരോടും ഈ രീതിയിൽ ആയിത്തീരാൻ ഈ പാഠത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സഹി ഉത്തർ ചുൻകർ ലിഖേ, ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആശയം മനസ്സിലാക്കി വേണ്ട ആൻസർ തിരഞ്ഞെടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ, ഉസ്മേ ശർമ്മ കി കോയി ബാത് നഹി ഹെ, അതിൽ നാണിക്കേണ്ട ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. കിസ്മേ, ഏതിലാണത്? ഏതിലാണ് നാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തത്? രോന, കരയുന്നതിലാണോ? ഹസ്ന, ചിരിക്കുന്നതിലാണോ? നൃത്യകർണ, ഡാൻസ് ചെയ്യുന്നതിലാണോ? രോന, കരയുന്നതിൽ അല്ലേ. കാരണം നമ്മൾ കരയേണ്ട ഒരു സന്ദർഭം വന്നാലപ്പോൾ കരയുക തന്നെ വേണം. ആൻസർ എന്താണ്? രോന. लिंगन के बेटे को अपने विचारों में किस तरह का विश्वास रखना है, ലിങ്കൻ തൻ്റെ മകൻ്റെ ചിന്തകളിൽ ഏത് തരത്തിൽ വിശ്വാസം വെക്കാനാണ് അദ്ദേഹം പറയുന്നത്? പക്ക, ഉറച്ച വിശ്വാസം വെക്കാനാണോ? കച്ച, അതല്ല ഉറപ്പില്ലാത്ത, അസ്ഥിർ, സ്ഥിരമില്ലാത്തതാണോ? ആൻസർ എന്താണ്? പക്ക. അദ്ദേഹം പറയുന്നുണ്ട് ഉറച്ച് വിശ്വസിക്കണം, തൻ്റെ ചിന്തകളിൽ ശരിയാണെന്ന് തോന്നിയത് ഉറച്ച് വിശ്വസിക്കുക എന്ന്, അല്ലേ? ആൻസർ എന്താണ്? പക്ക. അടുത്ത ക്വസ്റ്റ്യൻ, വह भले लोगों के साथ नेक व्यवहार करे और बदमाशों को क्या सिखाना है, അവൻ നല്ല ആളുകളുടെ കൂടെ നന്നായി പെരുമാറുകയും അതുപോലെ തന്നെ ബദ്മാശോക്കോ, തെമ്മാടികളോട് ക്യാ സിഖാനാ ഹെ, അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? കരാരാ സബക്, നല്ല കടുത്ത പാഠം പഠിപ്പിക്കുക. നേക്ക് വ്യവഹാർ, നല്ല പെരുമാറുക, നന്നായി പെരുമാറുക. ദണ്ഡുദേന, ശിക്ഷിക്കുക. ഇതിലേതാണ്? കരാരാ സബക് സിഖായെ, അല്ലേ? കടുത്ത പാഠം, നല്ല പാഠം പഠിപ്പിക്കണം. അവരുടെ തെറ്റ് ശരിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അബ്രഹാം ലിങ്കൻ തൻ്റെ മകനോട് പറയുന്നത്, പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകനോട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിങ്കൻ അപ്നെ ബേട്ടെ മേ കിസ്കാ ഹിമ്മത്ത് ഹോനാ ചാഹത്താ ഹെ, ലിങ്കൻ തൻ്റെ മകനിൽ എത്തരത്തിലുള്ള ധൈര്യം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്? ബുരാ രാസ്ത, ചീത്ത വഴിയിലൂടെ, ചീത്ത മാർഗത്തിലൂടെ. അപ്നാ രാസ്ത, സ്വന്തം വഴിയിലൂടെ. ദൂസരോ കാ രാസ്ത, മറ്റുള്ളവരുടെ വഴിയിലൂടെ. ഏതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്?
സ്വന്തം വഴി ഉണ്ടാക്കാനാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ തീരുമാനങ്ങളിലൂടെ ജീവിക്കാനാണ് അദ്ദേഹം പറയുന്നത്. നല്ല തീരുമാനം എടുക്കാൻ, അല്ലേ? എല്ലാവരും പോകുന്ന രീതിയിൽ പോകാതെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ. അപ്പോൾ ആൻസർ എന്താണ്? അപ്നാ രാസ്ത. അടുത്ത ക്വസ്റ്റ്യൻ, वह हर एक की बातों को धैर्यपूर्वक सुने, फिर उसे किसकी कसौटी पर कसने चाहता है? അവൻ ഹറേക്ക് കി ബാത്തോക്കോ, എല്ലാവരുടെയും കാര്യങ്ങൾ, എല്ലാവരും പറയുന്നത് ധൈര്യപൂർവ്വക് സുനെ, വളരെ ധൈര്യത്തോടു കൂടി കേൾക്കുകയും, ഫിർ ഉസെ, പിന്നെ അതിനെ കിസ്കി കസൗട്ടി പർ കസ്നെ ചാത്താ ഹെ, ഏത് ഉരക്കല്ലിൽ ഉരക്കാനാണ് പറയുന്നത്, അത് സത്യമാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ് അദ്ദേഹം പറയുന്നത്? സത്യ, ജീവൻ, ബുരായി. സത്യത്തിന്റെ ഉരക്കല്ലിലിട്ട് ഇറക്കാനാണോ, ജീവിതത്തിന്റെ ആണോ, അതോ ബുരായി, മോശം അതിൻ്റെയാണോ? ആൻസർ എന്താണ്? സത്യത്തിന്റെ ഉരക്കല്ലിലിട്ട് ഉരക്കാനാണ്. അങ്ങനെ മാറ്റി നോക്കിയിട്ടാണ് അവൻ അതിൽ പങ്കുചേരേണ്ടത്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. लिंकन के मत में अपना बेटा चाटुकारों से कैसा व्यवहार करना है? അബ്രഹാം ലിങ്കന്റെ മത് മേം, അഭിപ്രായത്തിൽ, അപ്ന ബേട്ട, തൻ്റെ മകൻ, ചാട്ടുകാരോസെ കേസാ വ്യവഹാർ കർണ ഹെ, മുഖസ്തുതി പറയുന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? സാവധാൻ രഹന, ശ്രദ്ധിക്കല്, ധ്യാന രഹന, ശ്രദ്ധിക്കാതിരിക്കല്, ഉചിത് വ്യവഹാർ കർണ, നന്നായി, നല്ല പെരുമാറൽ, അവരോട് നന്നായി പെരുമാറുക. ഇതിലേതാണ് ചാട്ടുകാരോസെ, മുഖസ്തുതി പറയുന്നവരോട് പറഞ്ഞിട്ടുള്ളത് ലിങ്കൻ? സാവധാൻ രഹന, അല്ലേ? അവരെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെ ശ്രദ്ധിക്കണം എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, അഗർ ഹോ സകേ തോ ലിങ്കൻ കെ ബേട്ടെ കോ ദുഃഖ് മേ ക്യാ കർണ സീഖ്നാ ഹെ, ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ ലിങ്കന്റെ മകന് ദുഃഖത്തിൽ എങ്ങനെ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്? ദുഃഖം വരുമ്പോൾ മകനോട് ഏത് രീതിയിലാകാനാണ് അബ്രഹാം ലിങ്കൻ അധ്യാപകനോട് പറയുന്നത്? രോന, കരയാനാണോ? ഹസ്ന, ചിരിക്കാനാണോ? നിരാശോന, നിരാശനാവാനാണോ? എന്താ അദ്ദേഹം പറയുന്നത്? ഹസ്നേക്കോ, അല്ലേ? ഏതൊരു ദുഃഖം വന്നാലും അതിൽ ചിരിച്ച് അതിനെ തരണം ചെയ്യാൻ, ചിരിക്കാൻ പഠിപ്പിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഹസ്ന, ആൻസർ എന്താണ്? ഹസ്ന. അടുത്ത ക്വസ്റ്റ്യൻ, लिंकन के अनुसार अपने बेटे को हमेशा क्या सिखाना चाहता है? ലിങ്കന്റെ അഭിപ്രായത്തിൽ തൻ്റെ മകനെ എല്ലായ്പ്പോഴും എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനാണ്, ഏത് വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത്? മാനവജാതി പർ അസീം ശ്രദ്ധ ബനീ രഖ്ന, മനുഷ്യജാതിയിൽ അതിയായി, വളരെയധികം ശ്രദ്ധിക്കാൻ. ബഡോ പർ നിന്ദനീ വ്യവഹാർ കർണ, വലിയൊരു നിന്ദിക്കുന്ന പെരുമാറുക, അവരെ മോശമായ രീതിയിൽ കാണുക, അവരോട് നന്നായിട്ട് പെരുമാറാതിരിക്കുക. ഗരീബോ കോ ധ്യാനദേന, പാവങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുക. ഏത് രീതിയിലാവാനാണ്, ഏത് രീതിയിൽ പഠിപ്പിക്കാനാണ് ലിങ്കൻ പറയുന്നത്? മാനവജാതി പർ അസീം ശ്രദ്ധ ബനീ രഖ്ന, അല്ലേ? ആൻസർ അതല്ലേ? മനുഷ്യ ജാതിയെ, ഈ ലോകത്തുള്ള മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണാൻ, അവരിൽ ശ്രദ്ധ വെക്കാൻ, എല്ലാവരെയും ഒന്നായി കാണാനാണ്, മനുഷ്യനായി കാണാനാണ് അദ്ദേഹം ഇതിലൂടെ, ഈ പാഠത്തിലൂടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിലോം ശബ്ദ ലിഖേ, വിപരീത പദം എഴുതാനാണ്. നമ്മുടെ പാഠത്തിൽ വന്നിട്ടുള്ള വേർഡ്സുകളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ശ്രദ്ധിക്കൂ. ന്യായ്, എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ്? അന്യായ്. നീതി, അനീതി, അന്യായം. സച്ച്, സത്യം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഝൂട്ട്, കളവ്. അടുത്തത് ബദ്മാഷ്, തെമ്മാടി. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നേക്, നല്ലത്, നല്ല മനുഷ്യൻ, നല്ലത്. സ്വാർത്ഥി, സ്വാർത്ഥത. അതിൻ്റെ ഓപ്പോസിറ്റ് ഉദാർ, ഉദാരമനസ്കത. അടുത്തത് ഹിദ്, ഇഷ്ടത്തിന്, അതിൻ്റെ ഓപ്പോസിറ്റ് അഹിദ്, ഇഷ്ടമില്ലാത്തത്. ദുഷ്മൻ, ശത്രു. ദോസ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് കൂട്ടുകാരൻ,
ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാഠഭാഗക്കെ പ്രശ്ന ഓർ ഉത്തർ. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനും ആൻസറുമാണ്. സൈഡ് ബോക്സ് ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇനി കൊടുക്കാൻ പോകുന്നത്. क्वेश्चन നോക്കൂ. मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक मूल्यवान होता है. अपना दृष्टिकोण प्रकट करें. അധ്വാനിച്ച് സമ്പാദിച്ച ഒരു പൈസയാണെങ്കിലും അധ്വാനിച്ചിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള ഒരു പൈസയാണെങ്കിലും ഹറാമേ മിലി നോട്ടോ കി ഗഡ്ഡീസെ, ഹറാമായിട്ട് കിട്ടിയ നോട്ട് കെട്ടുകളെക്കാളും കഹി അധിക് മൂല്യവാൻ ഹോത്താ ഹെ, ഒരുപാടധികം മഹത്വമുള്ളതാണ്, വിലയുള്ളതാണ് അതിന്. അപ്നാ ദൃഷ്ടികോൺ പ്രകട് കരെ, തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാനാണ് ഇവിടെ പറയുന്നത്. ആൻസർ ശ്രദ്ധിക്കുക. യേ കഥൻ ബിൽക്കുൽ ഠീക്ക് ഹെ, ഈ പറച്ചിൽ തികച്ചും ശരിയാണ്. അധ്വാനിച്ച് സമ്പാദിച്ച പൈസക്ക് തന്നെയാണ് വില, അല്ലേ? ഹറാം കി ചീസേം ഹമാര ഹക്ക് കാ നഹീ ഹെ, ഹറാമായിട്ട് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ, കാശാണെങ്കിലും എന്താണെങ്കിലും, ഹമാരെ ഹക്ക് കാ നഹീ ഹെ, നമുക്ക് അധികാരമുള്ളതല്ല. മെഹനത് സേ കമായ പൈസ ഹി മൂല്യവാൻ ഹെ, പരിശ്രമിച്ച് സമ്പാദിച്ച പൈസ തന്നെയാണ് വില പിടിച്ചത്, അല്ലേ? നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസയാണോ അതിന് തന്നെ, അത് ഇനി 10 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും അതിനാണ് വില. മാനവ്ക്കോ കി ഈമാൻദാരി കെ സാത്ത് ജീനാ ഹെ, മനുഷ്യനെ വിശ്വസ്തയോടുകൂടി ജീവിക്കണം. മറ്റുള്ളവരുടെ കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടും ജീവിക്കുകയല്ല വേണ്ടത്. നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ തന്നെയാണ് ആ പൈസക്ക് തന്നെയാണ് വിലയുള്ളത്. മറ്റു പൈസക്ക് നമുക്കൊരു പക്ഷേ അങ്ങനെ ഇങ്ങനെ കിട്ടിയ കാശിന് നമുക്ക് വില കൽപ്പിക്കാനേ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബദ്മാശോ കോ ആസാനി സേ കാബൂ മേ കിയാ ജാ സക്താ ഹെ, തെമ്മാടികളെ എളുപ്പത്തിൽ കാബൂമേ കിയാ ജാ സക്താ ഹെ, നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഏസാ ക്യോ കഹാ ഹോഗ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഏതൊരു തെമ്മാടിയെയും നമുക്ക് നമ്മുടെ പരിധിയിൽ, നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ അബ്രഹാം ലിങ്കൻ പറയാൻ കാരണം എന്താണ്? ആൻസർ നോക്കുക. बदमाशों के अंदर भी कुछ सच्चाई होती है. उपदेश और सत्संग के द्वारा उन सच्चाइयों को बाहर ला सकते हैं, इसलिए ऐसा कहा गया है. എന്താണ്? ബദ്മാശോ കെ അന്തർ ബി, തെമ്മാടികളുടെ ഉള്ളിലും കുച്ച് സച്ചായി ഹോത്തി ഹെ, കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. ഏത് മോശമായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ഉള്ളിലും കുറച്ചൊക്കെ നന്മകൾ ഉണ്ടാവും. ഉപദേശ് ഓർ സത്സംഗ് കെ ദ്വാര, ഉപദേശം കൊണ്ടോ അതല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ട് കൊണ്ടോ, ഉൻ സച്ചായിയോ കോ ബാഹർ ലാ സക്തേ ഹെ, ആ നന്മകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ആ തെമ്മാടികളുടെ ഉള്ളിലുള്ള ആ നന്മകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. നല്ല ഉപദേശവും നല്ല കൂട്ടുകെട്ടും കൊടുത്ത് അവരുടെ ഉള്ളിലെ നന്മയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ഇസ്ലിയെ ऐसा कहा गया है, ഇതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നക്കൽ കർക്കെ പാസ് ഹോനെ സെ ഫെയിൽ ഹോന ബെഹത്തർ ഹെ, കോപ്പിയടിച്ച് പാസ്സാകുന്നതിനേക്കാളും ഫെയിലാവലാണ്, തോൽക്കലാണ്, പരാജയപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അബ്രഹാം ലിങ്കൻ കെ ഇസ് വിചാർ മേ ക്യാ ആപ് സഹമത് ഹേ, അബ്രഹാം ലിങ്കന്റെ ഈ ചിന്തയിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കോപ്പിയടിച്ച് ജയിക്കുന്നതിനേക്കാളും തോൽക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്യോ, എന്തുകൊണ്ട്? ഇല്ലെങ്കിലും ആൻസർ എഴുതണം, ക്യോ, എന്തുകൊണ്ട്. നോക്കൂ. മേ ഇസ്സേ സഹമത് ഹോ, ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. കാരണം കോപ്പിയടിച്ച് ജയിക്കുന്നതിനേക്കാളും തോൽക്കന്നെയാണ് ഏറ്റവും നല്ലത്. നക്കൽ സേ മിലി ജീത് മേ, കോപ്പിയടിച്ചിട്ട് കിട്ടിയ ആ വിജയത്തിൽ ഞാൻ കി ഗഹരായി നഹി ഹോത്തി, അറിവിൻ്റെ ഒരു അറിവുണ്ടായിരിക്കില്ല, ആഴത്തിലും ഉണ്ടാവില്ല, ഒരു അറിവും ഉണ്ടാവില്ല. യഹ് തത്കാൽ ലാഭ് ദേ സക്താ ഹെ, ഇതൊരു ചെറിയൊരു താൽക്കാലിക ലാഭം മാത്രമായിരിക്കും. നമ്മൾ കോപ്പിയടിച്ച് വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴുള്ളൊരു സന്തോഷം മാത്രം നമുക്ക് കിട്ടും.
ലേക്കിൻ ഭവിഷ്യ में इससे कोई फायदा नहीं. പക്ഷേ ഭാവിയിൽ ഇതിൽ യാതൊരു നേട്ടവുമില്ല, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. इसलिए फेल से सीख लेना ही बेहतर है. ഇതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട് പഠിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് പരാജയപ്പെടലാണ്. അങ്ങനെ വിജയിച്ചിട്ട് യാതൊരു ഫലവുമില്ല, കോപ്പി അടിച്ച് വിജയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. भीड़ से अलग होकर अपना रास्ता बनाना का मतलब क्या है? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് അപ്നാ രാസ്ത ബനാന, സ്വന്തമായിട്ടുള്ള വഴി ഉണ്ടാക്കുക എന്നുകൊണ്ട് കാ മത്ലബ് ക്യാ ഹെ, അർത്ഥമാക്കുന്നത് എന്താണ്? ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിലൂടെ പോകാതെ തനിക്കായിട്ട് പുതിയൊരു മാർഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ അബ്രഹാം ലിങ്കൻ. അതിന്റെ അർത്ഥം എന്താണ്? ആൻസർ ശ്രദ്ധിക്കുക. भीड़ एक ही मानसिकता के आधार पर चलती है. भीड़ की अलग होकर सोचने से ही नई दृष्टि और नए विचार मिलते हैं. इस नए दृष्टिकोण से ही सामाजिक प्रगति संभव होती है. संसार के सभी महत्व व्यक्ति इस प्रकार सोचने वाले थे, इसलिए उन्हें संसार में बदलाव ला सका. भीड़ एक ही मानसिकता के आधार पर चलता है. ആൾക്കൂട്ടം, നമ്മളെല്ലാവരും ഒരേ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഭീഡ് കി അലഗ് ഹോക്കർ സോച്നെ സേഹി, ആ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ചിന്തിക്കുമ്പോൾ തന്നെയാണ് നയി ദൃഷ്ടി ഓർ നയെ വിചാർ മിൽത്തേ ഹെ, പുതിയ കാഴ്ചപ്പാടും പുതിയ ചിന്തയും ഉണ്ടാകുന്നത്. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടും നമ്മുടെ ചിന്തകളും ഉണ്ടാവുന്നത്. ഇസ് നയ ദൃഷ്ടികോൺ സേഹി, ഈ പുതിയ കാഴ്ചപ്പാടിലൂടെയാണ് സാമാജിക് പ്രഗതി സംഭവ ഹോത്തി ഹെ, സാമൂഹിക ഉയർച്ച ഉണ്ടാകുന്നത്. സമൂഹത്തിന് ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അല്ലാതെ ആദ്യം സ്വീകരിച്ച ജനങ്ങൾ ഏതൊന്നാണോ ആദ്യം സ്വീകരിച്ച് അതിൽ തന്നെ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു ഉയർച്ചയുണ്ടാവില്ല. സംസാർ കെ സഭി മഹത്വ വ്യക്തി, ലോകത്തിലെ എല്ലാ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളും ഇസ് പ്രകാർ സോച്ചനെ വാലേ ഥേ, ഈ വിധത്തിൽ ചിന്തിക്കുന്നവരായിരുന്നു. ഒരാൾ ഉണ്ടാക്കിയ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാതെ പുതിയൊരു വഴി ഉണ്ടാക്കാൻ അവരെല്ലാവരും ചിന്തിച്ചിരുന്നു. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയ വഴിയിലൂടെ, എന്നുവെച്ചാൽ വഴി നിറച്ച മാർഗം അല്ല ഉദ്ദേശിച്ച്, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഒരു സംഗതിയെയാണ് പറയുന്നത്. അതിലൂടെ മാത്രം പോകാതെ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുക ശരിയെന്ന് തോന്നുന്നത്. ഇസ്ലിയെ ഉനെ സംസാരമേ ബദലാവലാകിയ, ഇതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഭൂമിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. ഇങ്ങനെ പുതിയ കാഴ്ചപ്പാടും പുതിയ ചിന്തകളും വരുമ്പോൾ തന്നെയാണ് ഒക്കെ പുതിയ വഴികളും തെളിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഉചിത രൂപസെ സഹി മിലാൻ കരെ, ശരിയായ രൂപത്തിൽ കൂട്ടിയോജിപ്പിക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത്. ഏകോളത്തിൽ ബദ്മാശോं को भीड़ से अलग होकर व आलोचकों को अपनी आत्मा और अपने ईमान को बहुत लाड प्यार से व भले लोगों के साथ बिकौलम नज़रअंदाज करे, कभी न बेचे, उसे बिगाड़े नहीं, नेक व्यवहार करे, करारा सबक सिखाए, अपना रास्ता बनाने की हिम्मत हो. നോക്കുക. ബദ്മാശോക്കോ, തെമ്മാടികളെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അബ്രഹാം ലിങ്കൻ തൻ്റെ മകനെ പഠിപ്പിക്കാൻ? കരാര സബക് സിഖായെ, നല്ല പാഠം പഠിപ്പിക്കാൻ ആണ്. തെമ്മാടികളോട് നല്ല പാഠം പഠിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തെമ്മാടികളെ. ഭീഡ് സേ അലഗ് ഹോക്കർ, ആൾക്കൂട്ടത്തിൽ നിന്നും മാറിയിട്ട് അപ്നാ രാസ്ത ബനാനേക്ക് ഹിമ്മത്ത് ഹോ, തൻ്റെ വഴി ഉണ്ടാക്കാൻ, തനിക്ക് സ്വന്തമായിട്ടൊരു മാർഗം ഉണ്ടാക്കാൻ ധൈര്യം കാണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് വഹ് ആലോചകവും കോ, അവൻ വിമർശകരെ നസർ അന്താസ് കരെ, അവഗണിക്കുക. വിമർശകർ നമ്മളെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അവരെയൊക്കെ അവഗണിക്കുക. അടുത്തത് അപ്നി ആത്മാ ഓർ അപ്നെ ഈമാൻ കോ, തൻ്റെ ആത്മാവിനെയോ തൻ്റെ വിശ്വാസത്തെയോ കഭീന ബേച്ചെ, ഒരിക്കലും
വിൽക്കാൻ പാടില്ല. അടുത്ത് ബഹുത് ലാഡ് പ്യാർ മേ, ഒരുപാടധികം ലാളിച്ച് സ്നേഹിച്ച്, ഉസേ ബിഗാഡേ നഹി, അവനെ വഷളാക്കരുത്. അബ്രഹാം ലിങ്കൻ തൻ്റെ മകന്റെ അധ്യാപകനോട് പറയാണ്, മകനെ വളരെയധികം സ്നേഹിച്ച് അവനെ വഷളാക്കരുത്. അടുത്തത് വ ഭലേ ലോഗോ കെ സാത്ത്, അവൻ നല്ല ആളുകളുടെ കൂടെ നേക് വ്യവഹാർ കരെ, നന്നായി പെരുമാറാൻ അറിയണം, അതവന് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയാണിത് യോജിപ്പിക്കേണ്ടത്. എല്ലാവരും ഇത് യോജിപ്പിച്ച് നോട്ടിലേക്ക് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പാഠപുസ്തകത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യനുമാണ്. ലഘു ലേഖ് ലിഖേ, ചെറിയൊരു ലേഖനം എഴുതാൻ. സഫൽ ജീവൻ വിഷയ പർ ലഘു ലേഖ് ലിഖേ, സഫൽ ജീവൻ എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ലേഖനം എഴുതൂ. ആൻസർ ശ്രദ്ധിക്കുക. സഫൽ ജീവൻ, ലഘു ലേഖനം എഴുതുമ്പോൾ ഹെഡിങ് ഉണ്ടാവല് നിർബന്ധമാണ്. സഫൽ ജീവൻ, ഇവിടെ ഹെഡിങ് കൊടുത്താണ് സഫൽ ജീവൻ, ജീവിത വിജയം. ജീവൻ കോ സഫൽ ബനാനെ കെ ലിയെ, ജീവിതം സഫലമാക്കുന്നതിന് മനുഷ്യക്കോ ആത്മവിശ്വാസ്, മനുഷ്യന് ആത്മവിശ്വാസവും ദൃഢസങ്കല്പ്, ദൃഢമായ ഉറച്ച സങ്കല്പവും അദമ്യ ഉത്സാഹം, വളരെ അത്യധികമായ ഉത്സാഹവും ഓർ ലഗൻ ചാഹിയെ, ലഗൻ എന്ന് പറഞ്ഞാൽ താല്പര്യം, അതിലുള്ള താല്പര്യവും വേണം. അപ്പം തന്നെ ജീവിതം സഫലമാവുകയുള്ളൂ. കേവൽ പഠ്നെ സേ ഹി നഹി, കേവലം പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അച്ഛേ ചരിത്രക്കെ നിർമ്മാൺ ബേബി, നല്ല സ്വഭാവ നിർമ്മാണത്തിലും മാനവക്കോ ധ്യാൻ ദേന ചാഹിയെ, മനുഷ്യന് ശ്രദ്ധിക്കണം. അപ്പോൾ കേവലം പഠനത്തിൽ മാത്രമല്ല, നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം മനുഷ്യന്. ഉസേ പരിശ്രമി ഹോന ചാഹിയെ, അവൻ കഠിനാധ്വാനിയായിരിക്കണം. उसे ये समझना चाहिए कि अनुशासन जीवन को सफल और उज्जवल बनाने के लिए आवश्यक है. उसे ये समझना चाहिए, അവനെ ഇത് മനസ്സിലാക്കണം. അനുശാസൻ ജീവൻ കോ സഫൽ और उज्जवल बनाने के लिए, അച്ചടക്കം, അനുശാസൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം, ജീവിതത്തെ വിജയമാക്കാനും അതുപോലെ തന്നെ ഉജ്ജ്വലമാക്കാനും സഹായിക്കുന്നു. അപ്പം അച്ചടക്കം ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഉസേ ബുരി ആദത്തോം ഓർ ബുരേ സഹവാസ് സേ ബച്കർ രഹനാ ഭി ഹോഗ, അവന് മോശം സ്വഭാവത്തിൽ നിന്നും അതുപോലെ തന്നെ ബുരേ സഹവാസ്, ചീത്ത പെരുമാറ്റത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കണം. अपने पाठों को लगन से पढ़ना, बड़ों के सदुपदेशों का पालन करना, बड़ों से आदर और छोटों से प्यार करना आदि की आवश्यकता है. अपने पाठों को लगन से पढ़ना, തൻ്റെ പാഠങ്ങളൊക്കെ താല്പര്യത്തോടുകൂടി പഠിക്കലും, ബഡോं के सदुपदेशों का पालन करना, വലിയവരുടെയൊക്കെ സതുപദേശങ്ങളെ സ്വീകരിക്കലും പാലിക്കലും, ബഡോं से आदर, വലിയവരെ ആദരിക്കലും, और छोटों से प्यार करना, ചെറിയവരെ സ്നേഹിക്കലും ആദിക്ക് ആവശ്യകത. ഇതെല്ലാം ആവശ്യമാണ്. തൻ്റെ ജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ, സഫലമാകണമെന്നുണ്ടെങ്കിൽ വലിയവരുടെ സതുപദേശം പാലിക്കണം, അതുപോലെ വലിയവരെ ആദരിക്കുകയും ചെറിയവരെ സ്നേഹിക്കുകയും വളരെ താല്പര്യത്തോടുകൂടി പഠിക്കുകയൊക്കെ ആവശ്യമാണ്. ഉസേ പഥഭ്രഷ്ട് കർണേ വാലി ബാത്തോ സെ ബച്കർ രഹനാ ഭി ചാഹിയെ, അവനെ പഥഭ്രഷ്ട് കർണേ വാലി, താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും വേണം. അവനെ ഇല്ലാതാക്കുന്ന, ചെറുതാക്കുന്ന സംസാരത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയും വേണം. ജോ വ്യക്തി ഇസ് പ്രകാർ കാ ജീവൻ ബിതായേഗ, ഏതൊരു വ്യക്തിയാണോ ഈ തരത്തിലുള്ള ജീവിതം നയിക്കുന്നത്, വോ അപ്നെ ജീവൻ മേ സഫൽ ബനേഗ, അവൻ തൻ്റെ ജീവിതത്തിൽ സഫലമാകും. ഏതൊരു മനുഷ്യനാണോ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത്, അവൻ തൻ്റെ വിജയത്തിലെത്തുകയും ചെയ്യും. അത് തീർച്ചയാണ്. മേരെ ബച്ചേക്കു സിഖായെ എന്ന പാഠഭാഗം, അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഇവിടെ അവസാനിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുകയും മനസ്സിലാക്കുകയും നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കുകയും ചെയ്യുക.
കൂടെ തന്നെ എക്സാമിന് വരും എന്ന ബോധത്തിൽ പഠിക്കുകയും ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.